പനിക്കിടക്കയിൽ എറണാകുളം ജില്ല. മഴ ശക്തമായതോടെ എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജില്ലയിൽ ഡെങ്കിപ്പനിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധം ശക്തമാക്കാൻ ആരോഗ്യഭേരി പദ്ധതിക്ക് തുടക്കമായി. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ എറണാകുളം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും എറണാകുളത്താണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ആരോഗ്യഭേരി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ജില്ലയിലെ മുഴുവൻ വീടുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര കർമ്മ പദ്ധതി നടപ്പാക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയത് 4185 പേരാണ്. ഇതിൽ 97 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 222 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. അതേ കാലയളവിൽ 169 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 47 ചിക്കൻ പോക്സ് കേസുകളും 12 എലിപ്പനി കേസുകളും 10 ഹെപ്പറ്റൈറ്റിസ് എ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് 16 പേർ മരിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചിക്കൻ പോക്സ് ബാധിച്ച് 4 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 3 പേരും മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ അവസാനം വരെ 44 H1N1 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ അത് 309 ഉയർന്നു. 3 മരണങ്ങളും ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനിംഗ് വ്യാപകമാക്കിയതും രോഗനിർണയം കൂടുതൽ ശക്തമാക്കിയതുമാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ ചികിത്സ തേടണമെന്നും കൊതുക് നിവാരണ പ്രവർത്തനങ്ങളിലും വ്യക്തി ശുചിത്വത്തിലും പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മീഡിയ ടൈം, കൊച്ചി.